കുവൈറ്റിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ KMCC പ്രവർത്തകർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകും. കൂട്ടത്തല്ലിന്റെ വീഡിയോ പരിശോധിച്ച ശേഷമാകും ലീഗ് നേതൃത്വം ആ തീരുമാനമെടുക്കുക. ലീഗിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമാണ് കുവൈറ്റിൽ ഉണ്ടായതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കുവൈറ്റിൽ KMCC സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനെത്തിയ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ആബിദ് തങ്ങൾ എന്നിവർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം കയ്യേറ്റമുണ്ടായത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ അണികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു. യോഗം നിർത്തിവെച്ച് നേതാക്കൾ ഇറങ്ങിപ്പോകേണ്ടി വന്നു. സംഭവം ലീഗിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും കടുത്ത നടപടിയുണ്ടാകുമെന്നുമാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. ആര് ചെയ്തു, എന്തിനു ചെയ്തു, എപ്പോൾ ചെയ്തു, ആരാണ് നേതൃത്വം നൽകിയത്, എന്തൊക്കെയാണ് ഉണ്ടായത്, ഞങ്ങൾ മൂന്നാമത് ദൃക്സാക്ഷികളല്ലേ. അതിന് പുറമെ വീഡിയോസ് ഉണ്ടല്ലോ ധാരാളം. അപ്പൊ അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അതിന്റെ തീരുമാനങ്ങൾ എടുക്കും. കുവൈറ്റ് KMCCയിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞു മാസങ്ങളായി തുടരുന്ന തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണയത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും സംസ്ഥാന പ്രസിഡന്റ് നാസർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മറുവിഭാഗവും തമ്മിലാണ് സംഘർഷം. തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ച കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയാണ് നേതാക്കൾ കേരളത്തിൽ നിന്നും എത്തിയത്. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്.